കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ച ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമമെന്ന ആരോപണം. പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി. CCTV ദൃശ്യങ്ങളും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ശ്രീനാഥ് ചന്ദ്രനോട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമമെന്നുള്ള ആരോപണം ചെറുതായി കാണാൻ കഴിയില്ല. ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ ദൃശ്യങ്ങളടക്കം തൃണമൂൽ കോൺഗ്രസ് പുറത്തേക്ക് വിട്ടത്. മാത്രമല്ല, ഒരു പ്രതിഷേധം ഇപ്പോൾ കൊൽക്കത്തയിൽ നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. പുറത്ത് വലിയ പോലീസ് സന്നാഹം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല മഴ കൊൽക്കത്തയിൽ പെയ്യുന്ന ഒരു സമയവുമാണ്. പ്രതിഷേധക്കാർ കൂടുതലായി എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കുനാൽ ഘോഷ്, ഒപ്പം തന്നെ സാക്ഷി പാഞ്ച അടക്കമുള്ള TMC നേതാക്കളുണ്ട്. മമതാ ബാനർജി കൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ ഒരു സന്നാഹം, സുരക്ഷാ സന്നാഹം പ്രത്യേകമായി ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്ത് കാണാൻ കഴിയും. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ചിലർ ബാലറ്റ് ബോക്സ് പെട്ടി തുറക്കുന്നതായും അതിനുള്ള മെഷീനും മറ്റുമൊക്കെ തുറക്കുന്നതായി തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ അത്ര വ്യക്തതയില്ല. എന്നാൽ പോലും ആ സ്ട്രോങ് റൂമിനകത്ത് ആളുകൾ കയറി എന്നത് ഈ ദൃശ്യങ്ങൾ എന്തായാലും തെളിയിക്കുന്നുണ്ട്. അത് ഗൗരവമായി തന്നെ BJP പ്രവർത്തകരാണ് ഈ തരത്തിൽ ചെയ്തത്. TMC തൃണമൂലിന്റെ പാർട്ടി പ്രവർത്തകരോ അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലാതെയാണ് ഈ തരത്തിൽ ഒരു നീക്കം നടത്തിയത്. ഇത് ഇലക്ഷൻ തിരിമറിക്കുള്ള ശ്രമമാണ് എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. കൊൽക്കത്തയിൽ ഏതായാലും ഇന്നിപ്പോൾ രാത്രി ഇതൊരു വലിയ പ്രതിഷേധമായി മാറുമോ എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഏതായാലും നിലനിൽക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമം അത് BJP പ്രവർത്തകരാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അത് ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ്. തീർച്ചയായും. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.